ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷനൊക്കെ അടുത്ത് വന്നിരിക്കുകയല്ല, അപ്പോൾ ഒരു ഓൺ വോയിസ് ഒക്കെ ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ത്യയുടെ പ്രിയങ്കരിയായ ഇന്ദിരയുടെ പ്രിയപ്പെട്ട ചെറുമകൾ നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലും, ഒറ്റവാക്കിൽ കേരളത്തിൻ്റെ പെങ്ങളുകുട്ടി രമ്യ ഹരിദാസ് ചേലക്കരയിലും, യുവത്വത്തിൻ്റെ പുലിക്കുട്ടി വാക്ചാതുര്യം കൊണ്ട് നമ്മുടെ മനം കവർന്ന രാഹുൽ മാങ്കൂട്ടം പാലക്കാടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. അപ്പം ഈ പ്രദേശങ്ങളിൽ വോട്ടവകാശമുള്ള എല്ലാവരോടും വളരെ വിനീതമായിട്ട് നിങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടി ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ പോസ്റ്റുകൾ വരുമ്പോൾ അതിന് താഴെ കുറേ കമൻസ് കണ്ടു, പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് യോഗ്യതയാണ് കാൻഡിഡേറ്റ് ആകാനായിട്ടുള്ളത് എന്ന്. അപ്പോൾ അവരോട് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ച മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും മകൾക്ക്, ചെറുമകൾക്ക് എന്ത് യോഗ്യതക്കുറവാണ് നിങ്ങൾ കാണുന്നത്? അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാജൻ എന്ന് പറഞ്ഞ് പരിഹസിച്ച് കുറേ വീഡിയോസ് കണ്ടു. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്നത് നിങ്ങൾ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. അപ്പം ഇങ്ങനൊരു നിസ്സാരക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനൊരു കേസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യസ്ഥത പിണറായി സർക്കാരിനുള്ളതാണ്. അദ്ദേഹം അത് ചെയ്യുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഇരട്ടച്ചങ്ക് പോയിട്ട് ഒരു ചങ്ക് പോലും ഇല്ലെന്നുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു വ്യാജ ID കാർഡ് അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളൊരു കാര്യം തന്നെ വ്യാജമാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് UDFൻ്റെ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വീണ്ടും വീണ്ടും വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പം